ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ട്രംപും ഇറാനും ഒരു കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ബിജുചേട്ടൻ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. പറയാൻ പറ്റില്ല, ട്രംപ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കാം എന്നാണ് പറഞ്ഞത്. അതെ, അത് സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ആ കരാർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ കറക്റ്റ് രാത്രിയാകുമ്പോൾ ട്രംപ് ഒരു 3-4 മണിയാകുമ്പോൾ ട്രംപിന് തുടങ്ങുമല്ലോ. അപ്പൊ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യും. അതുപോലെ ഒരു ഫോട്ടോ ട്രംപ് വീണ്ടും പോസ്റ്റ് ചെയ്തു. ഇറാന് മുകളിലേക്ക് കൂടെ ബോംബറുകൾ പായുന്ന ചിത്രം, പിന്നെ ട്രംപ് ഒരു ബൈനോക്കുലർ വെച്ച് നോക്കിയിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. തീർത്തിരിക്കും എന്ന് ട്രംപ് പറയുന്ന ഒരു ചിത്രമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം രാത്രി പോസ്റ്റ് ചെയ്തത്. വലിയ രീതിയിലുള്ള ഒരു കോളുകളൊക്കെ ആ ചിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എല്ലാത്തിന്റെയും വക്കിലെത്തിയപ്പോഴാണ് വീണ്ടും ഇങ്ങനൊരു പ്രശ്നം ഉടലെടുക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും സമാധാന കരാറിന്റെ ചട്ടക്കൂടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് അംഗീകരിച്ച് തരൂ എന്നുള്ളൊരു നീക്കത്തിലാണ് അമേരിക്കയുടെ ട്രംപിന്റെ കൂട്ടത്തിലുള്ള ബാക്കി നേതാക്കൾ. അപ്പോഴാണ് ട്രംപ് ഈ പണി കാണിച്ചു വെക്കുന്നത്. ഹോർമോസ് കടലെടുക്ക് ഒന്ന് പുനർനിർമ്മിക്കണം, ജസ്റ്റ് ഉപരോധം നീക്കണം, സാമ്പത്തിക ആശ്വാസം വേണം, മൈൻ നീക്കം ചെയ്യണം. ഇതൊക്കെയാണ് ഈ കരാറിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോ ട്രംപ് ഇങ്ങനെ കാണിച്ചാൽ പിന്നെ ഇറാൻ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇറാൻ ട്രംപിന് മുമ്പേ ഒരുപടി മുമ്പേ അറിഞ്ഞു. ഇറാനിലാണെങ്കിൽ ഒരു വലിയൊരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതായത് അമേരിക്കയുമായി വിട്ടുവീഴ്ച ചെയ്യുന്ന ആൾക്കാർ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് ഇപ്പോൾ ഇറാനിൽ ഉണ്ടായിരിക്കുന്ന പ്രതിഷേധത്തിൽ ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാനിയൻ കടുത്ത വാദികൾ തെരുവിലിറങ്ങുകയാണ്. ടെഹ്റാനിലെ വിദേശകാര്യ മന്ത്രാലയത്തിന് പുറത്ത് തടിച്ചുകൂടിയ ആളുകൾ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിക്കെതിരെ മുദ്രാവാക്യമല്ല വിളിക്കുന്നത്, ഇറാനിലെ പച്ചത്തെറിയാണ് വിളിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നത്. പോരാത്തതിന് സർക്കാർ അമേരിക്കയോട് ചായ്വ് കാണിക്കുന്നു എന്ന് അവർ ആരോപിച്ചു. മഷ്ഹാദ് പോലുള്ള നഗരങ്ങളിൽ വിട്ടുവീഴ്ചക്കാർ രാജിവെക്കുക എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. US ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഈ സമാന കരാർ ആദ്യഘട്ടം മാത്രമാണ്. ഈ യുദ്ധത്തിന്റെ പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്ന ഇറാന്റെ ആണവ പദ്ധതി കരാറിന് ശേഷമുള്ള പ്രത്യേക 60 ദിവസത്തെ ചർച്ചാ കാലയളവിൽ നമ്മൾ പരിഗണിക്കും എന്നാണ് അവർ പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും പൊളിച്ചു മാറ്റുകയും അതിന്റെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ശേഖരം നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നൊക്കെ അവരിങ്ങനെ പച്ചയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ ഞായറാഴ്ച സമാധാന കരാറിലെത്തുമെന്ന് ട്രംപും പാകിസ്ഥാനും പറഞ്ഞെങ്കിലും ഇറാൻ ഇപ്പോൾ അത് നിഷേധിച്ചിരിക്കുകയാണ്. ട്രംപ് നേരത്തെ നിഷേധിച്ചു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ട്രംപ് പങ്കുവച്ച ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പോ എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ ഞാനിപ്പോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ട്രംപ് വീണ്ടും അത് മാറ്റി പറയും. പിന്നെ ഞാൻ മറ്റന്നാൾ തിരുത്തി ചോദിക്കേണ്ടി വരും. ഇപ്പൊ നമ്മളും ട്രംപിന്റെ ആ പാതയിലോട്ട് കടന്നിരിക്കുകയാണ്. ഇതിപ്പോ എവിടെ ചെന്ന് അവസാനിക്കും ചേട്ടാ? സത്യത്തില് നമ്മുടെ ഈ ചാനലില് 2,60,60,000 പ്രേക്ഷകരും പിന്നെ നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ 107 ദിവസമായിട്ട് കണ്ടിന്യൂ ഇറാൻ അമേരിക്ക യുദ്ധ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കണ്ടിന്യൂസ് ഈ യുദ്ധം തുടങ്ങിയ ദിവസം മുതൽ ഒരു ദിവസം പോലും ഇടതടവില്ലാതെ ഇടവേളകളില്ലാതെ കണ്ടിന്യൂസ് 107 ദിവസം ചാനലിൽ ഇത് കണക്ക് ചർച്ച ചെയ്ത് പോകുന്ന ഒരു ചാനൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഈ ഇന്ത്യയിൽ, കേരളത്തിൽ നിന്നുള്ളതല്ല, കേരളത്തിലില്ല, ഇന്ത്യയിൽ തന്നെ സംശയം. കാരണം ആരും അങ്ങനെ ചെയ്യില്ല. അതൊരു ഹെവി റിസ്ക് ആണ്. നമ്മൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നു വെച്ചാൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ടാണ് വന്നിരുന്നത്. പക്ഷെ നമുക്കൊരു വലിയ രീതിയിലുള്ള പ്രേക്ഷകര് ഇത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഒരു ദിവസം അത് ഇട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് അത് മാറി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിപ്പോ വിടാതെ പിന്തുടരുന്നത്. കാരണം ഇന്നലെ ഞാൻ കരുതിയത് ഇന്ന് ധാരണ വരും, ഇനി കുറച്ചു ദിവസത്തേക്ക് നമുക്ക് ഇറാൻ വിഷയം ഒന്നും ചർച്ച ചെയ്യേണ്ടി വരില്ല എന്ന് കരുതി. പക്ഷെ എല്ലാം ഇപ്പൊ ധനുഷ് പറഞ്ഞ കണക്ക് തന്നെ എല്ലാം കലങ്ങി മറിഞ്ഞു, കുളമായി മാറി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ്സിൽ ഒരു പുതുമയുണ്ട്. ഒന്ന്, ഇറാനിൽ ഒരു പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്, അതാണ് പുതുമ. 2, സമാനമായ രീതിയിൽ അമേരിക്കയിൽ ഒരു വലിയ പ്രതിഷേധം തുടങ്ങി. അവിടെയാണ് ട്രംപ് കളം മാറ്റി ചവിട്ടിയത്. കാരണം ഇത് നെതന്യാഹു ഇളക്കി വിട്ടതാണോ എന്നുള്ളതും അറിയില്ല. കാരണം ഈ നെതന്യാഹുവിന് ഈ ധാരണയെ തുടക്കം മുതലേ എതിർപ്പുണ്ട്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞു വന്നിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇതിനകത്ത് ആണവ കരാറിനെ കുറിച്ചോ ആണവ നിർവ്യാപനത്തെ കുറിച്ചോ ഒരു ചുക്കും പറയുന്നില്ല. ലെബനന്റെ കാര്യം, ലെബനനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഈ 2 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇത് തന്നെ അമേരിക്കയിൽ ഒരു വലിയ പ്രതിഷേധം ട്രംപിനെതിരെ ഉയർന്നു. കാരണം ആണവ ഇതിനു വേണ്ടിയിട്ടാണല്ലോ യുദ്ധം തുടങ്ങിയത്. ആ കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല. പക്ഷെ തുടക്കം മുതലേ പറയുന്നുണ്ട് ഇതൊരു കരാറല്ല, ഒരു ധാരണ മാത്രമാണ്, നമ്മൾ തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെക്കുന്നു, അതിനുശേഷം നമുക്ക് സമഗ്രമായി ചർച്ച ചെയ്യാം. അതിനിടെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഐക്യരാഷ്ട്ര സഭയുടെ ആണവ ഏജൻസി അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇറാനിൽ ഞങ്ങൾക്ക് പരിശോധിക്കാൻ ഞങ്ങൾ അനുവദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വരുന്നു. ഐക്യരാഷ്ട്ര സഭ നമുക്കറിയാം, ട്രംപിന്റെ ഒരു ബി ടീമാണ് അവരും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിൽക്കുന്നു. ഇറാന്റെ സ്ഥിതി നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പലവട്ടം.
ഇറാനിൽ ഇപ്പോൾ ഈ ഖമേനിയുടെ മരണശേഷം, ഇന്നലെയും കൂടി ഞാനത് പറഞ്ഞു, ഖമേനിയുടെ മരണശേഷം അവർക്കൊരു ഏകീകൃതമായ ഒരു ഭരണകൂടമില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ അരാക്ചി ആയാലും പെഷസ്കിയാൻ ആയാലും, പെഷസ്കിയാനൊക്കെ കേട്ടിട്ട് വരുന്ന നാളുകൾ ഏറെയായി, പെഷസ്കിയാൻ ആയാലും മറ്റുള്ളവരായാലും ഒക്കെ ഇപ്പോൾ അപ്രസക്തരായിരിക്കുക. അതായത് ഈ ഭരണകൂടം, അവരുടെ പ്രധാനമന്ത്രി, അവരുടെ വിദേശകാര്യമന്ത്രി, ഇവരെല്ലാം പേരിന് വേണ്ടി ഉണ്ട് എന്ന് മാത്രം നിലനിൽക്കുകയാണ്. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വഴിയില്ല. ഇവിടെയാണ് ട്രംപ് ശ്രീ മുനീറിനെ, പാകിസ്ഥാന്റെ കരസേനാ മേധാവി മുനീറിനെ പറഞ്ഞ് ഇറാനിലേക്ക് വിടേണ്ട സാഹചര്യം ഇവിടെയാണ് ഉണ്ടായത്. കാരണം മുനീറിന് ഈ IRGC കമാൻഡർമാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്, ഈ അതിനകത്ത് വിവിധ പട്ടാളത്തലവന്മാരുമായിട്ട്. അപ്പൊ അവന്മാരുമായി കണ്ടിട്ട് അവിടെ എന്തെങ്കിലും പൈസ ഇടപാട്, ഇതിനകത്ത് സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് ഇടപാട് ചെയ്ത് ഫിനിഷ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കണം മുനീർ പോയി. കാരണം മുനീറിന് ഇക്കാര്യത്തിലൊക്കെ വലിയ മിടുക്കുള്ള പാർട്ടിയാണ് പാകിസ്ഥാൻ പൊതുവെ. അപ്പം ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത എന്താ, UAE 3 ബില്യൺ കൊടുത്തു. കാരണം കൊടുത്തോ ഇല്ലെന്ന് അറിയില്ല, കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് UAEക്ക് നേരെ ഇപ്പൊ ആക്രമണമൊന്നും നടത്തുന്നില്ല, ബഹ്റിനിലും കുവൈറ്റിലും നേർക്ക് മാത്രമാണ് നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഖത്തർ $12 ബില്യൺ കൊടുത്തു എന്നൊരു വാർത്ത വരും. ഇതെല്ലാം ട്രംപിന്റെ അനുമതിയോട് കൂടിയായിരിക്കുമല്ലോ കൊടുക്കുന്നത്, അല്ലാതെ ഇത് കൊടുക്കാൻ സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ല. അപ്പം ഇങ്ങനെ ഒരു നീക്കങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, ഖമേനി പോയതോടുകൂടി അവിടുള്ള സ്ട്രക്ചർ തകർന്നിരിക്കുന്നു, സൈന്യം അവരുടെ ഭരണം പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. മുമ്പ് നമ്മളിത് റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ്, പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ്, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ്. അവിടെ പോയിരിക്കുന്നു. ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഓരോ മേഖല, നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, ഈ രാജ്യം ഛിന്ന ഭിന്നമായാൽ ഇതിന്റെ ഓരോ പ്രദേശങ്ങളും ഓരോ യൂണിറ്റിന്റെ കീഴിലേക്ക് പോകും, ഓരോ സൈനിക വിഭാഗത്തിന്റെ കീഴിലേക്ക് പോകും. പിന്നെ അവർ ഓരോ പ്രവിശ്യയായിട്ട് ഭരണം നടത്തേണ്ടി വരും. ഇപ്പോൾ അതിനകത്ത് ഓരോ വിങ്ങും, വ്യോമ, കര, നാവിക, മിസൈൽ യൂണിറ്റ്, ഡ്രോൺ യൂണിറ്റ്, ഇതെല്ലാം സെപ്പറേറ്റ് അധികാര കേന്ദ്രങ്ങളായി പതുക്കെ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നൊരു വാർത്ത. അങ്ങനെയാണ് എങ്കിൽ ഈ കരാർ ഒരിക്കലും ഒപ്പുവെക്കാൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ഒരു പ്രതിഷേധമുണ്ട്, 2 ഇസ്രയേലിനെതിരാണ്, 3 ഇറാനിൽ തന്നെയുള്ള ഭരണകൂടത്തിന് മാത്രമാണ് ഈ അല്പമെങ്കിലും ഈ കരാറുമായിട്ട് നിൽക്കുന്നത്. ഇതിന്റെ താഴെത്തട്ടിലുള്ളവരുടെ ഒന്നും ഒരു സംസാരമോ കാര്യങ്ങളോ നമ്മൾ കേൾക്കുന്നില്ല. ഒപ്പുവെക്കുമെന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ അരാക്ചിക്കടക്കം ഇത് വാക്ക് മാറ്റേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രതിഷേധങ്ങളും പ്രഷറും ഭയന്നിട്ട് തന്നെയാണ്. ഇവിടെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഇറാൻ നോക്കുന്നത് ജൂലൈ 9 അയത്തുള്ള ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഖമേനിമാര് മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദിവസം നീണ്ടു നിൽക്കാറില്ല. ഇതിന് മുൻപുള്ള ഖമേനിയെ 12 ദിവസത്തിന് ശേഷമാണ് സംസ്കരിച്ചത്. അപ്പോൾ ദുഃഖകാരണമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ എത്ര ദിവസമായി? ഫെബ്രുവരി 28 തൊട്ട് 107 ദിവസമായി. 107 ദിവസമായിട്ട് ഒന്നും ചെയ്യാതെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ അത് ശവസംസ്കാര ചടങ്ങിലേക്ക് കടക്കുകയാണ്. 9 2 ദിവസമായിട്ടാണ് അവർ ആ ശവസംസ്കാര ചടങ്ങുകൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ സമയം വരെ പ്രശ്നമില്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു നീക്കമാണോ ഇറാൻ നടത്തുന്നത് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ധൃതി പിടിച്ച് ഒരു ഒപ്പിടലോ ഇല്ലെങ്കിൽ ധൃതി പിടിച്ചൊരു അടിക്കോ പോയി കഴിഞ്ഞാൽ ഇവരുടെ ഇപ്പോഴുള്ള പ്ലാനും പദ്ധതിയും എല്ലാം പാളാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് കൂടാതെ തന്നെ ഒരു വലിയ വിഭാഗം കരുതുന്നത്, ഒരു വാർത്ത കൂടി അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്നുണ്ട്, ട്രംപ് അനുകൂല എണ്ണ കമ്പനികൾ അമേരിക്കയിലുള്ളത് ഇറാനുമായി ചേർന്നുകൊണ്ട് എണ്ണ കച്ചവടത്തിനുള്ള ചില കരാറുകൾ കൂടി ഒപ്പിടുന്നുണ്ട്, അവർ തമ്മിൽ ധാരണയായിട്ടുണ്ടെന്നുള്ളത് കൂടെ ഒരു വാർത്ത കൂടി പുറത്തു വരും. അങ്ങനെയെങ്കിൽ മറ്റൊരു പാകിസ്ഥാനായിട്ട് ഇറാൻ മാറാനും സാധ്യതയുണ്ട്. ഇത് ഏതായാലും അവിടെ ഈ ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ഇതിനെതിരാണ്. അമേരിക്കയ്ക്ക് എല്ലാം അടിയറ വെക്കാൻ കഴിയില്ല. വളരെ കൗതുകകരമായ കാര്യം, ശ്രീമാൻ ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാനിൽ ആക്രമണം നടത്തി എന്തിനായിരുന്നു? അവരുടെ പ്രധാന ഡിമാൻഡ് ഭരണകൂടത്തെ അട്ടിമറിക്കുക, അവിടെ പ്രതിഷേധിക്കുന്ന പ്രതിഷേധക്കാരെ, അതായത് ജനാധിപത്യം വേണം എന്ന് പറയുന്ന ജൻസികളടക്കമുള്ള പ്രതിഷേധക്കാരെ അവിടെ ഭരണത്തിൽ ഏറ്റാൻ വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്തതെങ്കിൽ ഇപ്പോഴത്തെ കഥ അങ്ങനല്ല. അമേരിക്കക്കാരെ തുരത്താൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഇപ്പോൾ ഇറാനിൽ തുടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മൾ വെനുസുലയെ കണ്ടതാണ്. മഡൂറോയെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പൊ എല്ലാം ശരിയാക്കുമെന്നും പറഞ്ഞ് അമേരിക്ക വെനുസുലയിലോട്ട് കടന്നു കയറാൻ ചെല്ലുമ്പോൾ വെനുസുലക്കാർ വലിയ പ്രതിഷേധം ഉയർത്തും, ഞങ്ങളുടെ ഇവിടെ നിങ്ങൾ വേണ്ട ആവശ്യമില്ലെന്ന്. അതായത് ഒരു രാജ്യവും വേറൊരു രാജ്യത്തിന്റെ അധീശത്വം അംഗീകരിക്കില്ല, ഒരു രാജ്യവും അംഗീകരിക്കില്ല. കാരണം അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്, ഒരു രാജ്യത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇവിടെയാണ് ഇപ്പോൾ അങ്ങനെ. അതായത് ആദ്യം ഈ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച, ഭരണമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങുന്ന പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ട്രംപിനെ ആണെങ്കിൽ ഇപ്പോൾ ട്രംപിനെതിരെയുള്ള പ്രക്ഷോഭമാണ് ഇറാനിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഈ 107 ദിവസം പിന്നിടുമ്പോൾ. ഏതായാലും ഒരു വലിയ നന്ദി നമ്മുടെ പ്രേക്ഷകരോട് തന്നെ പറയാനുണ്ട്. കാരണം ഈ 107 ദിവസവും ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയത്. എന്തായാലും നമ്മൾ ഈ യുദ്ധത്തിന്റെ എവിടെങ്കിലും ഒരു എൻഡിൽ എത്തുമ്പോൾ മാത്രമാണ് നിർത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്.